ഹലോടെ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മക്കളെ, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അടിപൊളി ഒരു വീഡിയോ ഇടാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബേസിക് സയൻസിലെ നമ്മുടെ അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്നും USS എക്സാമിന് നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാപ്റ്റർ നമ്പർ 3 ഏതാണ്? ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. ആസിഡുകളും ആൽക്കലികളും എന്നുള്ള ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കേൾക്കാൻ റെഡിയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് USS എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാണ്. ആദ്യത്തെ ചോദ്യം എന്താണ്? യെസ്, യൂണിറ്റ് നമ്പർ 3 ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. ആസിഡുകളും ആൽക്കലികളും എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടും ഏതൊക്കെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നുള്ളത് നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് ആദ്യത്തെ ചോദ്യം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ചോദ്യം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് എന്നാൽ ആപ്പിളിൽ നിന്നുള്ള മാത്രമല്ല, ബാക്കിയുള്ളതിൽ അല്ലെ നാച്ചുറൽ ആസിഡുകൾ ഉണ്ട്, ഓർഗാനിക് ആസിഡ്സ്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കുക, 4 തരം ആസിഡുകൾ നൽകിയിട്ടുണ്ട്. 4 തരം ആസിഡുകൾ ഏതൊക്കെയാണ്? ഒന്ന് ലാക്ടിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്, മാലിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ്. ഏതാ മക്കളെ നമ്മുടെ ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്? ഉത്തരം മാലിക് ആസിഡ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, മാലിക് ആസിഡ്. ഓക്കെ 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 ഇതാണ് മാലിക് ആസിഡ്. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? യെസ്, ഇവിടെ വിവിധ തരം മണ്ണുകളുടെ pH മൂല്യം തന്നിരിക്കുന്നു. താഴെ എന്ത് ചെയ്തിട്ടുണ്ട്? വിവിധ തരം മണ്ണുകളുടെ pH മൂല്യം നൽകിയിട്ടുണ്ട്. ഇവയിൽ ഏതിലാണ് കുമ്മായം ചേർക്കേണ്ടത്? നോക്കി, 4 ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. 7, 8, 4, 9. അപ്പൊ നോക്കുക, കുമ്മായം എന്തിനാ ചേർക്കുന്നത്? കുമ്മായം എന്തിനാ ചേർക്കുന്നത്? യെസ്, അസിഡിക് ആയതിനെ ആൽക്കലൈൻ ആക്കി മാറ്റാനാണ്. അസിഡിക് ആയതിനെ ആൽക്കലൈൻ ആക്കി മാറ്റാൻ കുമ്മായം ചേർക്കുന്നത് എന്തിനാണ്? അസിഡിക് എന്താക്കണം? യെസ്, ആൽക്കലൈൻ ആക്കി മാറ്റണം. ആൽക്കലൈൻ ആക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ആസിഡിക് ആൽക്കലൈൻ ആക്കി മാറ്റണം. അപ്പൊ അവിടെ നോക്കുക, ഇവിടെ താഴെ 4 ആളുകളല്ലേ തന്നിട്ടുള്ളത്. ഓക്കെ, 4 ആളുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് അസിഡിക്? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് pH എന്താ അറിയണം അല്ലെ? pH 7 അല്ലെ? ഇങ്ങോട്ട് എന്താണ്? കൂടുകയാണ്, ഇങ്ങോട്ട് എന്താണ്? കുറയുകയാണ് അല്ലെ? 0, 14 എന്നുള്ള രീതിയിൽ നൽകിയിട്ടുണ്ട്. 0, 14. ഓക്കെ ഓക്കെ മക്കളെ, യെസ്, 7 എന്താണ്? 7 ന്യൂട്രൽ ആണ്. 7 എന്താണ്? ന്യൂട്രൽ ആണ്. ഇപ്പൊ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇത് ഉത്തരം യെസ്, പെട്ടെന്ന് കമന്റ് ബോക്സിൽ ഉത്തരം ഒന്ന് എഴുതിക്കേ. യെസ്, എന്താണ്? യെസ്, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കേട്ടോ. pH മൂല്യം തന്നിട്ടുള്ളതിൽ ഏതിലാണ് കുമ്മായം ചേർക്കേണ്ടത്? അപ്പൊ ഓർത്ത് നോക്കുക, 7 എന്താണ്? ന്യൂട്രൽ ആണ്. 7 എന്താണ്? ന്യൂട്രൽ ആണ് അല്ലെ? 7ൽ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതേപോലെ 7ൽ കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? 7 കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ആൽക്കലൈൻ ആയിട്ട് മാറുന്നു. ആൽക്കലൈൻ ആയിട്ട് മാറുന്നു. ആൽക്കലൈൻ ആയിട്ട് മാറുന്നു. ഓക്കെ, അതേപോലെ എന്താണ്? ഇങ്ങോട്ട് എന്താ? ഇങ്ങോട്ട് അസിഡിക് ആയിട്ട് മാറുന്നു. അസിഡിക് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇനി ഉത്തരം കിട്ടി. എന്താണ് ഉത്തരം? യെസ്, 7ൽ താഴെയുള്ളത് ഏതാണ്? 4 ആണല്ലോ 7ൽ താഴെയുള്ളത്. അപ്പൊ ഉത്തരം എന്താണ്? 4 തന്നെയാണ്. ഇത്രേ ഉള്ളൂ. ഇതിനാണോ ഇപ്പൊ ഇത്ര പ്രയാസം? സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിച്ചു. ഇനി അടുത്ത ചോദ്യം, അല്പം മഞ്ഞൾപ്പൊടി വിനാഗിരിയിൽ ചേർക്കുമ്പോൾ എന്ത് നിറവ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ഓക്കെ, എന്താണ്? മഞ്ഞൾപ്പൊടി വിനാഗിരിയിൽ ചേർക്കുന്ന സമയത്ത് എന്ത് നിറവ്യത്യാസമാണ് ഉണ്ടാകുന്നത്? നോക്കാം. യെസ് യെസ് യെസ്, നോക്കാം. ചുവപ്പ് നിറമാകുന്നു, നീല നിറമാകുന്നു, വയലറ്റ് നിറമാകുന്നു, നിറവ്യത്യാസമില്ല. എന്താണ്? ഇപ്പൊ നമുക്കറിയാം, ഒരു ആസിഡിലേക്ക് എന്താണ് നമ്മൾ ബേസ് ഒഴിക്കുകയാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ആൽക്കലിൻ ഒഴിക്കുകയാണെന്ന വ്യത്യാസം നമുക്കറിയാം. അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ഒരു മഞ്ഞൾപ്പൊടി അല്ലെ, നമ്മുടെ മഞ്ഞൾപ്പൊടി കൃത്യമായിട്ട് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. നമ്മൾ ബ്ലൂ ലിറ്റ്മസ് ചേർക്കുകയാണെങ്കിൽ, അല്ലെ ഗ്രീൻ ലിറ്റ്മസ്, റെഡ് ലിറ്റ്മസ്, ഗ്രീൻ അല്ല റെഡ് ലിറ്റ്മസ് ചേർക്കുകയാണെങ്കിൽ ഉള്ള നിറ വ്യത്യാസം നിങ്ങൾക്ക് അറിയാം അല്ലെ? റെഡ് അല്ലെ, റെഡ് ബ്ലൂ ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, യെസ്, ബ്ലൂ റെഡ് ആവുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു നിറ വ്യത്യാസമാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോ നമ്മുടെ ഒക്കെ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. നോക്കാം. ചുവപ്പ് നിറമാകുന്നു, നീല നിറമാകുന്നു, വയലറ്റ് നിറമാകുന്നു, നിറവ്യത്യാസമില്ല. എന്താ ഉത്തരം? യെസ്, ഇതിന് നിറവ്യത്യാസം ഉണ്ടായിരിക്കില്ല. വിനാഗിരിയിൽ ചേർക്കുകയാണെങ്കിൽ നിറവ്യത്യാസം ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ഒരു റെഡ് ലിറ്റ്മസ് അല്ലെ, റെഡ് ലിറ്റ്മസ് എന്ത് ചെയ്യാണ്? നമ്മൾ കാണുന്നുണ്ട് അല്ലെ? ഇവിടെ എഴുതാം അല്ലെ? എന്താ റെഡ് ലിറ്റ്മസ്? നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ആൽക്കലിയിൽ മുക്കുകയാണെങ്കിൽ എന്തായി മാറും? അത് ബ്ലൂ ആയിട്ട് മാറും അല്ലെ? ബ്ലൂ ആയിട്ട് മാറും. മനസ്സിലായോ? ഇനി
ബ്ലൂ ലിറ്റ്മസ് നമ്മൾ എന്ത് ചെയ്യാണ്, ആസിഡിൽ വെക്കുകയാണെങ്കിൽ അതെന്തായി മാറും, റെഡ് കളറായിട്ട് മാറും. ഈ നിറവ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി സ്വർണം ലയിക്കുന്ന ലായനി ഏതാണ്? സ്വർണം ലയിക്കുന്ന ലായനി താഴെ പറയുന്നവയിൽ ഏതാണ്? മീഥൈൽ ഓറഞ്ച്, അക്വാറിജിയ, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. എന്താണ് സ്വർണം ലയിക്കുന്ന ലായനി? അക്വാറിജിയ. ഓക്കെ, പഠിച്ചിട്ടില്ലേ നമ്മള്? കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലേ? അപ്പൊ ആ ഒരു ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടേ നമ്മൾ പോവുള്ളൂ. ഇനി അടുത്ത ചോദ്യം, ആൽക്കലിയിൽ ഫിനോഫ്തലിന്റെ നിറം എന്താ? പെട്ടെന്ന് കമന്റ് ബോക്സിൽ വന്നേ. എന്താ ആൽക്കലിയിൽ ഫിനോഫ്തലിന്റെ നിറം എന്താണ്? ആൽക്കലിയിൽ ഫിനോഫ്തലിന്റെ നിറം എന്താണ്? നീല, നിറമില്ല, പിങ്ക്, ഓറഞ്ച്. ഓക്കെ, നീല, നിറമില്ല, പിങ്ക്, ഓറഞ്ച് അല്ലെ? നമുക്കറിയാം ഉത്തരം എന്താ? പിങ്ക് അല്ലെ? നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ എന്താണ്, ആൽക്കലിയിലോട്ട് എന്താണ് ആൽക്കലിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫിനോഫ്തലിൻ ഒഴിച്ചാൽ അത് എന്തായി മാറും? അത് പിങ്ക് നിറമായി മാറും. ഓർത്തു കേട്ടോ, എന്താണ് പിങ്ക് നിറമായി മാറും. ഉത്തരം പിങ്ക് ആണ്. അത് നിങ്ങൾക്ക് എളുപ്പമുള്ള ചോദ്യമായിരിക്കും അല്ലെ? ഇനി അടുത്ത ചോദ്യം, അലക്കുകാരത്തിന്റെ രാസനാമം എന്താണ്? അലക്കുകാരൻ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയും നമ്മള്. അലക്കുകാരൻ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയും. ഈ അലക്കുകാരത്തിന്റെ രാസനാമം എന്ത്? സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം നൈട്രേറ്റ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ് അല്ലെ? കുറച്ചൊക്കെ നമുക്ക് അറിയുന്ന ആളുകളാണ്. അപ്പൊ അലക്കുകാരത്തിന്റെ രാസനാമമാണ് എന്ത്? സോഡിയം കാർബണേറ്റ്. ഓർത്തൊക്കെ എന്താണ്? സോഡിയം കാർബണേറ്റ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരത്തിന്റെ രാസനാമം. സെറ്റ് അല്ലേടാ? ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് രസകരമായ ചോദ്യമാണ്. ഉറുമ്പ് കടിക്കുന്ന സമയത്ത് വേദന ഉണ്ടാകാൻ കാരണമായ പദാർത്ഥം. അതായത് ഉറുമ്പ് കടിക്കുന്ന സമയത്ത് നമ്മളെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ആസിഡ് കയറുന്നത് മൂലമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേദന ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇച്ചിങ് ഉണ്ടാവുന്നത് അല്ലെ? സ്വാഭാവികമായിട്ടും ഉറുമ്പ് കടിക്കുന്നത്. നല്ല രസകരമായ നല്ല ചോദ്യമാണ് കേട്ടോ. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന ഉണ്ടാകാൻ കാരണമായ പദാർത്ഥം നൈട്രിക് ആസിഡ് ആണോ, ഫോർമിക് ആസിഡ് ആണോ, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണോ, അല്ലെങ്കിൽ ടാർട്ടാറിക് ആസിഡ് ആണോ? എന്താണ്? യെസ്, നമ്മുടെ ഉറുമ്പ് കടിക്കുന്ന സമയത്ത് നമ്മുടെ ഉറുമ്പ് എന്ന് പറയുമല്ലേ അല്ലെ? എന്താണ് ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ഫോർമിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന സമയത്താണ് ഇത് നമുക്ക് വേദന അനുഭവപ്പെടാ, കടച്ചിൽ അനുഭവപ്പെടാ, അല്ലെങ്കിൽ എന്താ ചൊറിച്ചിൽ ഇച്ചിങ് ഒക്കെ അനുഭവപ്പെടാം. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി അടുത്ത ചോദ്യം, ദഹനക്കേട് ഒഴിവാക്കാൻ യൂസ് ചെയ്യുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്? മരുന്നിന് പറയുന്ന പേരെന്താണ്? ഓക്കെ, എന്താണ്? ആന്റിസെപ്റ്റിക് ആണോ, ആന്റാസിഡ് ആണോ, ആന്റി പൈനാറ്റിക് ആണോ, ആന്റിബയോട്ടിക് ആണോ? 4 ഓപ്ഷനുകൾ ഒക്കെ ആന്റി എന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നോക്കാം, ഇവിടെ നമ്മൾ ആന്റാസിഡുകളാണ് അല്ലെ? ആന്റാസിഡ് മരുന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മള്. എന്താ കുറെ മരുന്നുകൾ ഉണ്ടല്ലോ, റോസ് കളറിലൊക്കെ ഉള്ള മരുന്നുകളുണ്ട്. അതിന്റെ പേര് കറക്റ്റ് ഇപ്പൊ കിട്ടുന്നില്ല എനിക്ക്. എന്താണ് അതിന്റെ പേര്? ഒന്ന് കമന്റ് ചെയ്തട്ടോ. എന്താണ് ആന്റാസിഡ്? എന്താ ഉത്തരം? എന്താ? ആന്റാസിഡ് ആണ് അല്ലെ? ആന്റാസിഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്ന ദഹനക്കേട് ഒഴിവാക്കാൻ നമ്മൾ കഴിക്കുന്നത് അല്ലെ, ഉപയോഗിക്കുന്ന മരുന്ന് ആന്റാസിഡ്. ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഏതാണ്? ഏറ്റവും ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ആണ് ഇവിടെ ഏറ്റവും വീര്യം കൂടിയത് കേട്ടോ. അസറ്റിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോർമിക് ആസിഡ്, ടാനിക് ആസിഡ്. മക്കളെ അടിപൊളിയായിട്ട് മക്കളെ കമന്റ് ചെയ്തേ. എന്താണ്? യെസ്, രാജാവ് സൾഫ്യൂരിക് ആസിഡ് ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ കേട്ടോ. എന്താണ് 8ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. H2SO4 അല്ലെങ്കിൽ എന്താണ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഏറ്റവും വീര്യം കൂടിയ ആസിഡ് എന്നറിയപ്പെടുന്നത്. സെറ്റ് ആണോടാ? സെറ്റ് ആണോ? യെസ്. അടിപൊളി മക്കളെ, അടിപൊളി. ദെൻ ബാറ്ററികൾ യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? ബാറ്ററികളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണോ, ഫോർമിക് ആസിഡ് ആണോ, ഹൈഡ്രോക്ലോറിക് ആസിഡോ, നൈട്രിക് ആസിഡ് ആണോ? അല്ലെ, നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ എന്താണ് കാറിലൊക്കെ ഉള്ള ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന ആസിഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആള്. എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. സെറ്റിലടാ? സെറ്റ് അല്ലേ? സൾഫ്യൂരിക് ആസിഡ്. മക്കളെ അടിപൊളിയായിട്ട് പഠിച്ചു കേട്ടോ. അടുത്ത ചോദ്യം, അമ്ലമഴയ്ക്ക് കാരണമായ പദാർത്ഥം ഏത്? മഴ നമ്മൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്താണ് താജ്മഹലിന്റെ നിറം മങ്ങലിന് കാരണമാണ് അല്ലെ മഴ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സെറ്റ് അല്ലേ? ഇനി നോക്കാം, മഴയ്ക്ക് കാരണമായ പദാർത്ഥം. മഴ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ ആസിഡ് എന്ത് ചെയ്യുന്നു? റെയിൻ ആയിട്ട് പെയ്യുന്നു. ഓക്കെ, റെയിൻ ആയിട്ട് മഴയായിട്ട് പെയ്യുന്നു. ഇത് വളരെ ദോഷകരമായിട്ടുള്ള കാര്യം കേട്ടോ. വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? യെസ്, ഇവിടെ നോക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് അതിനൊരു കാരണമാണ്, സൾഫർ ഡൈ ഓക്സൈഡ് അതിന് കാരണമാണ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് അതിന് കാരണമാണ്. അപ്പോ എന്താ ഉത്തരം? മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? അമ്ലമഴയ്ക്ക് കാരണമായ പദാർത്ഥമാണ്. മക്കളെ. ഇനി ജലത്തിന്റെ പി എച്ച് മൂല്യം നമ്മൾ നേരത്തെ പി എച്ച് സ്കെയിലൊക്കെ വരച്ചിട്ട് അടയാളപ്പെടുത്തിയിരുന്നു അല്ലെ? പി എച്ച് സ്കെയിൽ ഇതാണെങ്കിൽ ഇവിടെ 7 ഉണ്ടാകുന്നു, ഇത് ന്യൂട്രൽ ആണ്.
ഓക്കെ, ഇവിടെ എന്താണ് എസ് കൂടി വന്ന് 14 ആകുന്നു, 0 ആകുന്നു. ഇവിടേക്ക് അസിഡിക് ആണ്, ഇവിടേക്ക് ആൽക്കലൈൻ ആണ്. ഓക്കെ, 7 കൂടുന്ന സമയത്ത് ആൽക്കലൈൻ ആണ്. ഓക്കെ, സെറ്റ് അല്ലേടാ, സെറ്റ് അല്ലേ? ഇനി ജലത്തിന്റെ പി എച്ച് എത്രയാണ്? ജലത്തിന്റെ പി എച്ച്, യെസ്, ജലത്തിന്റെ പി എച്ച് നമുക്കറിയാം 7 ആണ് അല്ലെ? 7. നിങ്ങളിപ്പോ 7.1 7.2 എന്നൊക്കെ ഒന്നുണ്ടെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ട് പഠിച്ചേ? ശുദ്ധജലത്തിന്റെ പി എച്ച് 7 ആണ്. അപ്പൊ ജലത്തിന്റെ പി എച്ച് 7ൽ നിന്ന് ഇത്തിരി അങ്ങോട്ട് മാറാം, അല്ലെ? എന്താണ് ഇത്തിരി ഇങ്ങോട്ട് മാറാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്താണ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ജലം ഉണ്ടാവുക. ഓക്കെ, ജലം ബ്ലൂ കളറിലല്ലേ, ഇത് ആകാശ നീലല്ലേ എന്ന് വിചാരിക്കണ്ട. ഓക്കെ, എന്താണ് ജലത്തിന്റെ പി എച്ച് 7 ആണ്. സെറ്റ് ആണോ? സെറ്റ് ആണോ? ഓക്കേടാ. അടുത്ത ചോദ്യം, ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? മക്കളെ, ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു കുറച്ച് കുറച്ച് ആസിഡുകൾ നമ്മൾ എഴുതി വെക്കാം. എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ച H2SO4. ഓക്കെ, H2SO4 നമുക്ക് അറിയുന്ന ഒരു ആസിഡാണ് HCl, HNO3 നൈട്രിക് ആസിഡ്, ഓക്കെ, H3PO4 ഫോസ്ഫോറിക് ആസിഡ്. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുക, ഇത് ബ്ലൂ ആണല്ലേ? ആ, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കുഴപ്പമില്ല. അയ്യോ, ബ്ലൂ ആണല്ലേ? ആ, എന്താണ് ഇവിടെയൊക്കെ ഉള്ള ഒരാൾ ആരാണ്? യെസ്, നമ്മുടെ ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ അല്ലേ? സെറ്റ് ആയിട്ട് പഠിച്ചു കേട്ടോ, ഹൈഡ്രജൻ അല്ലേ? അപ്പോ എന്തായാലും ആസിഡുകൾ ഒരു ലോഹവുമായിട്ട് ഒരു മെറ്റലുമായിട്ട് പ്രവർത്തിച്ചാൽ എന്തുണ്ടാവുന്നു? യെസ്, ആസിഡ് പ്ലസ് മെറ്റൽ എന്തുണ്ടാവുന്നു? ഒരാള് H2. ഓക്കെ, എന്താണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക, സെറ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. എന്താ ഉത്തരം? യെസ്, ഹൈഡ്രജൻ. അപ്പോ ആസിഡ് ലോഹമായിട്ട് പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ? ഇനി പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പി എച്ച് സ്കെയിൽ, മക്കളെ, പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അല്ലെ? ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ, സൊറൻസൺ, അതേപോലെ ഡി ജോസഫ് പ്രീസ്റ്റ്. ഇതിൽ പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് സൊറൻസൺ. അപ്പോ ശാസ്ത്രജ്ഞന്മാരുടെ ഭാഗത്തു നിന്നല്ലേ നിങ്ങൾ എന്താണ് ഇപ്പോ ഓക്സിജൻ എന്ന പേര് നൽകിയത് ആരാണ്? ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓക്കെ, അല്ല, ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് പെട്ടെന്ന് കമന്റ് ബോക്സിൽ വന്നേ. ഓക്കെ, നിങ്ങൾക്ക് അറിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ശാസ്ത്രജ്ഞന്മാരുടെ പേരൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഇനി ആസിഡുകളുടെ പൊതുവായ ഘടകം ഏത്? ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിട്ടില്ലേ, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആസിഡുകളുടെ പൊതുവായ ഘടകം, അതായത് ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് എന്താ ഉണ്ടാവുക? യെസ്, ഹൈഡ്രജൻ അല്ലേ ഉണ്ടാവുക? എന്താണ്? ഹൈഡ്രജൻ ആണ് ഉണ്ടാവുക, H2 ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആസിഡുകളുടെ പൊതുവായ ഘടകം ആരാണ്? ഓക്സിജൻ അല്ല, നൈട്രജൻ അല്ല, കാർബൺ അല്ല, നമ്മുടെ നമ്മുടെ ഹൈഡ്രജൻ കുട്ടനാണ്, ഹൈഡ്രജൻ മോനാണ് കേട്ടോ. അടുത്ത ചോദ്യം വലിയൊരു ചോദ്യമാണ് കേട്ടോ. ലഘു പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടി അല്പം അലക്ക് കാരത്തിലേക്ക് വിനാഗിരി ഒഴിച്ചപ്പോൾ കുമിളകൾ ഉണ്ടാകുന്നതായി കണ്ടു. ഏത് വാതകത്തിന്റെ സാന്നിധ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഓക്കെ, എന്താണ് ഇവിടെ ചോദ്യം നോക്കുക. അലക്ക് കാരം, വിനാഗിരി, അലക്ക് കാരം, വിനാഗിരി ഒഴിച്ച സമയത്ത് എന്ത് ചെയ്തു? കുമിളകൾ ഉണ്ടായി. ഇവിടെ എന്ത് ചെയ്തു? ഒരു വാതകം, ഓർത്ത് കേട്ട, എന്താണ്? ഒരു വാതകമുണ്ടായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാതകമുണ്ടായി എന്നാ പറഞ്ഞിട്ടുള്ളത്. ഏത് വാതകമാണെങ്കിൽ ഏത് വാതകത്തിന്റെ സാന്നിധ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? എന്താണ്? യെസ്, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. പഠിച്ചു വെക്കാം മക്കളെ, പഠിച്ചു വെക്കാം. ഇത് പഠിച്ചല്ലേ, ഇമ്പോർട്ടന്റ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ്? ഓക്കെ, എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ്? അതായത് അലക്ക് കാരവും വിനാഗിരിയും കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു? എന്തുണ്ടാവുന്നു? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്? H2SO4 അല്ലെ? H2SO4ന്റെ കാര്യം നമ്മൾ പറഞ്ഞു. H2SO4ന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സൾഫ്യൂരിക് ആസിഡ് അല്ലെ? സൾഫ്യൂരിക് ആസിഡിന്റെ മറ്റൊരു പേര് എന്താണ്? ഓക്കെ, ഓയിൽ ഓഫ് വിൻഡർഗ്രീൻ, ഓയിൽ ഓഫ് കാസിയസ്, ഓയിൽ ഓഫ് സൾഫർ, ഓയിൽ ഓഫ് വിട്രിയോൾ. ഓക്കെ, ഇതില് സൾഫ്യൂരിക് ആസിഡിന്റെ മറ്റൊരു പേരാണ്, അറിയില്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. യെസ്, ഓയിൽ ഓഫ് വിട്രിയോൾ. ഓക്കെ, ഓർത്ത് വെക്കുക, എന്താണ്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നാണ് എന്ത്? സൾഫ്യൂരിക് ആസിഡിന്റെ മറ്റൊരു പേര്. സെറ്റായിട്ട് പഠിച്ചു വെക്കട്ടോ, സെറ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം, വിനാഗിരിയിലേക്ക് മീഥൈൽ ഓറഞ്ച് ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യത, എന്നാൽ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്, സിമ്പിളുമാണ്. ഓക്കെ, വിനാഗിരിയിലേക്ക് മീഥൈൽ ഓറഞ്ച് ഒഴിച്ചാൽ എന്ത് സംഭവിക്കും, അല്ലെ എന്ത് നിറം മാറ്റം ഉണ്ടാകും? പച്ച, ഇളം മഞ്ഞ, ചുവപ്പ്, അതേപോലെ എന്താണ്? നിറമില്ല. ഇവിടെ നോക്കുക, വിനാഗിരി 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 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അത് ആസിഡ് ആണ്.
അല്ലെ? അസറ്റിക് ആസിഡ് ആണ് വിനാഗിരി. ഓക്കെ, വിനാഗിരി അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് എന്ന് വേണ്ട, ആസിഡ് ആണ് അല്ലെ? ആസിഡിലോട്ട് മിഥൈൽ ഓറഞ്ച് ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? ചുവപ്പ് നിറമായി മാറുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ, ചുവപ്പ് നിറമായിട്ട് മാറുന്നു. സെറ്റ് അല്ലേ? ഇത് നമ്മൾ നേരത്തെ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയ ചോദ്യം കൂടിയല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു കേട്ടോ. ഇനി ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏത്? ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏതാണ്? ഓക്സിജൻ നോക്കാം, ഇവിടെ കൊടുത്തില്ലേ കേട്ടോ. യെസ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോർമിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതില് ഓക്സിജൻ ഇല്ലാത്ത ആള് ആര് എന്നാ ചോദിച്ചിട്ടുള്ളത്? നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു വെക്കാം. എന്താണ്? യെസ്, ഓക്സിജൻ HCl. ഓക്കെ, ഇത് നോക്കാം. എന്താണ്? H2SO4, HNO3, ഇതൊക്കെ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, ഹൈഡ്രജനും ക്ലോറിനും ആണുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി സോഡാ ജലത്തിന്റെ രാസനാമം എന്താണ്? സോഡാ ജലത്തിന്റെ രാസനാമം കാർബോണിക് ആസിഡ്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, കാർബോണിക് ആസിഡ്. അതാ എനിക്ക് രണ്ട് സംശയം തുടങ്ങി. അയ്യോ, എന്താണ്? ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചോദ്യത്തിന്റെ തെറ്റായാലോ ഓപ്ഷന്റെ തെറ്റായിരിക്കാം. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ? നോക്കാം. എന്താ, രണ്ട് കാർബോണിക് ആസിഡ് ഉണ്ട്, രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. എനിക്ക് രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ എന്നോട് അങ്ങനെ പറയരുത് കേട്ടോ. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ വന്നത്? ആ, ചോദ്യം ഇട്ടപ്പോ ഉള്ള ചെറിയ പ്രശ്നമാണ് കേട്ടോ, കോപ്പി ചെയ്തപ്പോഴുള്ള പ്രശ്നമാണ്. അപ്പൊ എന്താണ്? കാർബോണിക് ആസിഡ് ആണ് എന്താണ്? സോഡാ ജലത്തിന്റെ രാസനാമം കാർബോണിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചോദ്യം വരില്ല കേട്ടോ. നിങ്ങൾ പേടിക്കുന്ന വേണ്ട, പേടിക്കെന്താണെന്നല്ല, സിമ്പിൾ ആയി മാറും അല്ലെ? അപ്പൊ എന്താണ്? ഇങ്ങനെ ചോദ്യം ഒന്നും വരില്ല. സോഡാ ജലത്തിന്റെ രാസനാമം എന്താണ്? കാർബോണിക് ആസിഡ് ആണ്. കാർബോണിക് ആസിഡ്. സെറ്റ് അല്ലേ? ഇനി അടുത്ത ചോദ്യം. ജലശുദ്ധീകരണത്തിന്റെ ഘട്ടമായ കൊയാഗുലേഷനിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? കൊയാഗുലേഷനിൽ ചേർക്കുന്ന രാസവസ്തു സോഡിയം ക്ലോറൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, ആലം കുമ്മായം. ജലശുദ്ധീകരണത്തിന്റെ ഘട്ടമായ കൊയാഗുലേഷനിൽ ചേർക്കുന്ന രാസവസ്തു സോഡിയം ക്ലോറൈഡ് ആണോ, ഹൈഡ്രജൻ പെറോക്സൈഡ് ആണോ, സി ആലമാണോ, ഡി കുമ്മായമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആലമാണ് എന്ത് ചെയ്യുന്നത്? ജലശുദ്ധീകരണത്തിന്റെ കൊയാഗുലേഷൻ ഘട്ടത്തിൽ ചേർക്കുന്ന രാസവസ്തു എന്താണ്? ആലം. ആലം ആലം. യെസ്, ആലംബന. മാർബിളിന്റെ രാസനാമം എന്ത്? മാർബിളിന്റെ രാസനാമം ഇതൊക്കെ നമ്മൾ പഠിച്ച് സെറ്റ് ആയിട്ട് വെച്ചല്ലേ? ഇതൊക്കെ തെറ്റോ നിങ്ങള്? ഉറപ്പല്ലേ? തെറ്റിക്കില്ലല്ലോ? യെസ്, ഏതാ ചോദ്യം? ഏതാ ഉത്തരം? ചോദ്യമല്ല, ഏതാ ഉത്തരം? മാർബിളിന്റെ രാസനാമം എന്ത്? കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, കാൽഷ്യം നൈട്രേറ്റ്, കാൽഷ്യം സൾഫേറ്റ്. ഇതില് മാർബിളിന്റെ രാസനാമം മക്കളെ പെട്ടെന്നൊന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. യെസ്, എന്താണ്? കാൽഷ്യം കാർബണേറ്റ് അല്ലെ? കാക്കോ3 CaCO3, കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. അഗ്നിശാമനി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം. അഗ്നിശാമനി പ്രവർത്തിക്കുന്ന സമയത്ത് സ്വതന്ത്രമാകുന്ന വാതകം ഏത്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ക്ലോറിൻ. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് പറയാറുള്ളത്? കെടുത്താൻ യൂസ് ചെയ്യുന്ന വാതകം എന്ന് പറയാം അല്ലെ? തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വാതകം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ അഗ്നിശാമനി പ്രവർത്തിക്കുന്ന സമയത്ത് ഓക്സിജൻ ആവോ? ഓക്സിജൻ ആവുന്ന സമയത്ത് ബും 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 കത്തിപ്പോലെ അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ക്ലോറിൻ എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മക്കള് വേറെ കമന്റ് അല്ല, വേറെ കമന്റ് ചെയ്തോളൂ. വേറെ ഉത്തരത്തിലോട്ടൊന്നും പോകണ്ട, ഓപ്ഷനിലോട്ടൊന്നും പോകണ്ട. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി മഷി നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? മഷി നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണോ, ലാക്ടിക് ആസിഡ് ആണോ, ടാനിക് ആസിഡ് ആണോ, ഓക്സാലിക് ആസിഡ് ആണോ? മഷി നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്ന ആസിഡ് പഠിച്ചു വെക്കുക, ടാനിക് ആസിഡ്. എനിക്ക് ടാനിക് ആസിഡ് പഠിച്ചല്ലേ? ടാനിക് ആസിഡ്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇനി അടുത്ത ചോദ്യം. സോപ്പ് നിർമ്മാണത്തിൽ താഴെ പറയുന്ന ഏത് പദാർത്ഥമാണ് യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്? സോപ്പ് നമ്മൾ വീട്ടിലൊക്കെ നിർമ്മിക്കാറുണ്ട് അല്ലെ? ആ സോപ്പ് നിർമ്മിക്കുന്ന സമയത്ത് ഏത് പദാർത്ഥമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മക്കളെ ഒന്ന് പറയടാ, അടിപൊളിയായിട്ട് പറയാം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണോ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണോ, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണോ? അപ്പൊ ഹൈഡ്രോക്സൈഡ് ആണ്, മനസ്സിലായല്ലോ? എല്ലാത്തിലും എന്തുണ്ട്? ഹൈഡ്രോക്സൈഡ് ഉണ്ട്. ഇനി സോപ്പ് നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, NaOH. എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ നമ്മുടെ NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH. ഓക്കെ, സെറ്റ് അല്ലേ? അടിപൊളി. ഹൈഡ്രോക്സൈഡ് ആണ്. ദഹനക്കേട് മാറുവാനായി നൽകുന്ന അന്റാസിഡുകൾ അടങ്ങിയിട്ടുള്ള ഘടകം എന്താണ്? നമ്മൾ പറഞ്ഞു അന്റാസിഡ് എന്താന്ന് പറഞ്ഞു അല്ലെ? ഇനി ദഹനക്കേട് മാറുവാനായി നൽകാറുള്ള അന്റാസിഡുകളിൽ അടങ്ങിയിട്ടുള്ള ഘടകം മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണോ, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണോ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണോ? രണ്ട് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് വന്നിട്ടുണ്ടല്ലോ.
എന്താ ഉത്തരം നോക്കുക കേട്ടോ. മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മളെ ദഹനക്കേട് മാറുവാനായി നൽകാറുള്ള അന്റാസിഡുകളിൽ അടങ്ങിയിട്ടുള്ള ഘടകം എന്താണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സെറ്റായിട്ട് പഠിച്ചു കേട്ടോ. സെറ്റായിട്ട് പഠിച്ചു. ഇനി അടുത്ത ചോദ്യം. രക്തത്തിന് നമ്മൾ ജലത്തിന്റെ പി എച്ച് പറഞ്ഞു നേരത്തെ. ജലത്തിന്റെ പി എച്ച് പറഞ്ഞു. ഇനി രക്തത്തിന്റെ പി എച്ച് എത്രയാണ്? പി എച്ച് മൂല്യം എത്രയാണ്? 7.4, 9, 6.2, 1.2. ഇതിൽ രക്തത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. 7.4 ആണ്. 7.4 രക്തത്തിന്റെ പി എച്ച് മൂല്യം. സെറ്റ് അല്ലടാ. അടുത്ത ചോദ്യം. വിനാഗിരി നിറച്ച ബീക്കറിലേക്ക് മുട്ട ഇട്ടാൽ അത് ഉയരുകയും താഴുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഓക്കെ, യെസ്, വിനാഗിരി ആസിഡ് ആണ്. ഓക്കെ, മുട്ട കാർബണേറ്റ് ആണ്. ഓക്സിജൻ സ്വതന്ത്രമാകുന്നത് കൊണ്ട് ഇവിടെ ആസിഡും, ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇതെന്തിനാ ഞാൻ ഇവിടെ ചെയ്തേ? ഓക്കെ, 1.2 വെറുതെ ചെയ്ത ചേട്ടാ. ഓക്സിജൻ സ്വതന്ത്രമാകുന്നതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകുന്നതുകൊണ്ട് ഗുരുത്വാകർഷണ ബലം മൂലം. ഇതെന്താ ഫിസിക്സിലോട്ട് പോയാ നമ്മള്? ഇതൊന്നുമല്ല. എന്താണ് 28? എന്താ വിനാഗിരി നിറച്ച ബീക്കറിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വിനാഗിരിയും അതേപോലെ കാൽഷ്യം കാർബണേറ്റ് ആണോ? ഓക്കെ, എന്താണ് കാർബണേറ്റ് ആണോ? ഓക്കെ, എന്താ ഇവിടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകുന്നത് കൊണ്ട്. ഓക്കെ, എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മുട്ടയിട്ടാൽ എന്ത് ചെയ്യുന്നത്? താഴുകയും പൊന്തുകയും ഒക്കെ ചെയ്യുന്നതിന് കാരണം എന്താണ്? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ്. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് തമ്മിലുള്ള പ്രവർത്തിച്ച് സോഡിയം ക്ലോറൈഡും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനം. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നു? സോഡിയം ക്ലോറൈഡും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനം നിരോക്സീകരണമാണോ, നിർവീരീകരണമാണോ, ഓക്സീകരണമാണോ? ഇവയൊന്നുമല്ല. എന്താണ് അത്? നിർവീരീകരണ പ്രവർത്തനമാണ്. എന്താണ് നിർവീരീകരണ പ്രവർത്തനം? നിർവീരീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ പ്രോസസ് എന്ന് പറയും. കിട്ടില്ല പ്രോസസ് ആണ് ന്യൂട്രലൈസേഷൻ പ്രോസസ്. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി ജലം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ലാസ്റ്റ് ചോദ്യം നമ്മൾ അടിപൊളിയായിട്ട് അവസാന ചോദ്യത്തിലോട്ട് കിടക്കാണ്. യെസ്, എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന വാതകം ഏത്? ഓക്കെ, നോക്ക, ഹൈഡ്രജൻ ആണെന്ത്? കൃത്യമായിട്ട് പഠിച്ചു കേട്ടോ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അത് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഓക്കെ, എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുക? എന്താണ്? ഓക്കെ, ജലം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള അർത്ഥം വരുന്നത് ഹൈഡ്രജൻ ആണ്. സെറ്റായിട്ട് പഠിച്ചു കേട്ടോ. അടിപൊളിയായിട്ട് പഠിച്ചു മക്കളെ. അടിപൊളിയായിട്ട് പഠിച്ചു. ഓക്കെ, പഠിച്ചു വെക്കാം. സോ മക്കളെ, ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ? അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ? ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു. നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ടുള്ള വീഡിയോകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ USSന്റെ പ്ലേലിസ്റ്റിൽ കയറിയാൽ, ചാനൽ കയറി പ്ലേലിസ്റ്റ് കയറി എന്ത് ചെയ്യും? USSന്റെ പ്ലേലിസ്റ്റ് കയറി അടിപൊളിയായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള വീഡിയോകളാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടാറ്റാ, ബൈ. See you soon in the next video. Bye bye.